ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീടുകളിലൊക്കെയുള്ള ഇത്തരം ചൂലുകൾ ഒടിഞ്ഞു പോയാൽ 3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിനുള്ള പരിഹാരം ഇതിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ പുറകിലുള്ള ഈ ക്യാപ്പില്ലേ, ഇത് നമുക്ക് ആദ്യം തന്നെ ഊരിയെടുക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ താഴെയായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കണം. ബ്ലേഡ് കൊണ്ടോ അതോ ഒരു പഴയ കത്തി ഒന്ന് തീയിൽ കാണിച്ച് ചൂടാക്കിയോ ഇത് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. അപ്പം കൈമുറിയാതെ ഒന്ന് സൂക്ഷിക്കുക. ഇതുപോലെ ഒന്ന് വളരെ വേഗം തന്നെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഈ സ്റ്റീൽ പൈപ്പിന്റെ അറ്റത്തുള്ള ബ്രഷ് പോലുള്ള ഭാഗം ഒന്ന് ഊരി വെക്കാനും മറക്കരുത്. ഇപ്പം ഞാനിവിടെ പ്ലാസ്റ്റിക് പൈപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടോ, ഇതിന് കറക്റ്റ് ആയിട്ടുള്ള പൈപ്പ് നമുക്ക് ഇതുപോലെ സെറ്റാക്കി എടുക്കാം. കണ്ടോ, കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സ്റ്റീൽ പൈപ്പിന്റെ ഒരു എൻഡ് ഈ പ്ലാസ്റ്റിക് പൈപ്പിലേക്ക് ഇതുപോലെ ഒന്ന് കടത്തി വിടുക. കണ്ടോ, കുറച്ച് കടത്തി വിട്ടാൽ മതി. പിന്നെ നമ്മൾ ഈ പ്ലാസ്റ്റിക് പൈപ്പ് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കടത്തി വിടുക. കുറച്ചും കൂടെ കയറുന്നതായിരിക്കും. കണ്ടോ, ബ്രഷൊക്കെ ഊരി വെച്ചതിന് ശേഷം മറ്റേ പോർഷനും കൂടെ ഇതിന്റെ പ്ലാസ്റ്റിക് പൈപ്പിന്റെ മറ്റേ എൻഡിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കുക. പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കിയതിന് ശേഷം വേണം ഇത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കടത്തി വിടാൻ. ഈ പ്ലാസ്റ്റിക് പൈപ്പ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചൂടാക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ഈ ചൂടാക്കിയ ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് കയറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ചൂലിന് ഈ പൈപ്പിന് എന്തെങ്കിലും ബെൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി നല്ല സ്ട്രൈറ്റ് ആക്കി എടുക്കുക. ഇനി നമ്മൾ ഈ ചൂലിൻ്റെ എൻഡ് ഭാഗത്ത് ക്യാപ്പ് ഊരിയ ഭാഗത്ത് നമുക്കൊരു ക്യാപ്പ് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ മുഖത്തൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. കുട്ടികൾക്ക് മരുന്ന് കൊടുക്കാൻ യൂസ് ചെയ്യുന്ന കപ്പുണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുത്താൽ സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. വളരെ ഈസി ആയിട്ട് ഒടിഞ്ഞു പോയ ചൂല് ഇത് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത്തരം വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ എല്ലാവരും ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും ഉപകാരപ്പെടും.